കോൺഗ്രസ് പ്രവർത്തകരുടെ കാറിന് മുന്നിൽ മുഖം മറച്ച സ്ത്രീ ഇരുന്നെന്ന ശോഭയുടെ വാദവും കള്ളമാണ്. മുൻസീറ്റിൽ ചിരിച്ചിരിക്കുന്ന യുവതിയോട് ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഞാൻ നിയമസഭയ്ക്ക് മത്സരിച്ച ആളാണ് പറയുക. വിനേഷിന്റെ ഇടതുഭാഗത്ത് ഒരു സ്ത്രീ ഇരുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ആ സ്ത്രീ തല കുനിച്ചിരിക്കുകയാണ് കുറ്റവാളിയെ പോലെ. നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത ശോഭ ചേച്ചി തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ ഈ വിനേഷിന്റെ കാറിന്റെ മുൻവശത്ത് ഇരിക്കുന്ന സ്ത്രീയുടെ ദൃശ്യമുണ്ട്. അവളെ ചോദ്യം ചെയ്യണം. പോയിട്ടുള്ളത് ആ സ്ത്രീ അല്ല. ശോഭാ സുരേന്ദ്രന്റെ ആ വാദവും പൊളിയുകയാണ്. സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട്. സാജിദ, മുൻസീറ്റിലിരിക്കുന്ന സ്ത്രീ തല കുമ്പിട്ടാണ് ഇരിക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാദം. പക്ഷെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ആ സ്ത്രീ ചിരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിനിഷ, ഈ ദൃശ്യങ്ങളും BJP പുറത്തുവിട്ട തെളിവുകളായി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. അവർ ഈ നമ്മുടെ ബൈറ്റിൽ പറഞ്ഞതുപോലെ തല കുനിച്ചിരിക്കുകയും മുഖം മറച്ചിരിക്കുകയും ചെയ്തു എന്ന് ഈ ഇതേ ബൈറ്റിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അത് പറയാൻ അവർ ശ്രമിച്ചത്, അതായത് ഈ സ്ത്രീയാണ് പണം കൊണ്ടുപോയി കൊടുത്തത് എന്നുള്ളത് പറയാനാണ് ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചത്. എന്നാൽ പിന്നീട് അത് പൂർണ്ണമായി പൊളിയുകയായിരുന്നു. പിന്നീട് ഈ സ്ത്രീ മുഖം മറച്ചിരിക്കുകയും കുനിഞ്ഞിരിക്കുകയുമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ കൃത്യമായി നമ്മൾ ആ ദൃശ്യങ്ങൾ ഫ്രെയിമിൽ കാണുന്നുണ്ടാകും, നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അവർ ഈ ചിരിച്ചിരിക്കുകയാണ്. അവർ ഒരു ചുവന്ന ചുരിദാർ അണിഞ്ഞ സ്ത്രീയാണ്, ഈ വിനീഷിന്റെ ഭാര്യയാണ്. അവർ ചിരിച്ചിരിക്കുന്നു, എന്നാൽ അത് മുഖം മറച്ച് കുനിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് വാദം. BJP തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിലൂടെ ആ വാദവും കള്ളമാണ് എന്ന് തെളിയുകയാണ്. ന്യായീകരണങ്ങളെല്ലാം പൊളിയുകയാണല്ലോ. ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നായിരുന്നു. രണ്ടാമത് പറയുന്നു അത് മീഡിയ വൺ കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ മീഡിയ വൺ ഗൂഢാലോചന നടത്തിയതാണ്. സാജിദ് അജ്മലിന് എതിരെ വരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും പരാമർശങ്ങളും ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുണ്ടായിരുന്നു. മൂന്നാമത് പറയുന്നു ഈ ദൃശ്യങ്ങളെല്ലാം വ്യാജമാണ്, ഞങ്ങളുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട്. ഇപ്പോഴിതാ പുറത്തുവിട്ട ദൃശ്യങ്ങളിലും അവരെ കൊടുക്കുന്ന, അല്ലെങ്കിൽ BJPയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണല്ലോ പുറത്തേക്ക് വരുന്നത്. വിനിഷ, തീർച്ചയായും, അതായത് കോൺഗ്രസ്സുകാർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാനായി BJP പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. അതിൽ തന്നെയാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണ് എന്ന് തെളിയിക്കുന്നത്. ആ സ്ത്രീ മുഖം മറച്ചിരിക്കുന്നു എന്ന കാര്യം തെറ്റാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ അശ്ലീലാംഗ്യം കാണിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അശ്ലീലാംഗ്യം കാണിച്ച ഈ കോൺഗ്രസ് പ്രവർത്തകരോട് അത് ചോദ്യം ചെയ്തില്ല ശോഭാ സുരേന്ദ്രൻ പോലെയുള്ള ഒരു നേതാവ് എന്ന ചോദ്യവും പ്രസക്തമാകുന്നു. അതും തെറ്റാണ് എന്ന് പറയുന്നു. പിന്നീട് അവർ ഈ പണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നവർ ഈ വല്യമ്മയ്ക്ക് പണം കൊടുക്കുകയാണ്, പണം കൊടുത്തതാണ് എന്ന് പറയുന്നതും പുറത്തു വന്നിരുന്നു. പിന്നീട് ഈ പണം കൊടുത്ത സ്ത്രീ സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മീഡിയ വണ്ണായിരുന്നു ഇന്ന് ഈ വാർത്ത പുറത്തുവിട്ടത്. പാലക്കാട് പല ഇടങ്ങളിലും വോട്ടിന് പണം നൽകുന്നുണ്ട് BJP പ്രവർത്തകർ. അതിന്റെ ദൃശ്യങ്ങളടക്കമായിരുന്നു മീഡിയ വൺ പുറത്തുവിട്ട വാർത്ത.